അപ്പൊ ഇപ്പൊ എനിക്ക് ഇതിൽ ചേർന്നതിന് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് സാറിന്റെ വെൽനസ് ക്ലാസ്സുകൾ, പിന്നെ മൈൻഡ് സെറ്റ്, ഈ സാറ് പറഞ്ഞു തരുന്ന ടെക്നിക്സ്, പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെ ഇത്രയും ടൂൾസ് ഉണ്ടോന്ന് വരെ എനിക്ക് സംശയം തോന്നി. ഇത് മനസ്സിലായ രീതിയിൽ ചേർന്നത് പിന്നെയാണ്. പിന്നെ സാറ് 3 days ചലഞ്ച് പറഞ്ഞിരുന്നില്ലേ ജനുവരിയിൽ, അന്നാണ് ആ ഗോള് സെറ്റ് ചെയ്തത്. പക്ഷെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് കിട്ടി, ഞാൻ ചെയ്യാന്നുള്ളൊരു ധൈര്യം വന്ന്. ഈ മോട്ടിവേഷന്റെ കാര്യം ഇതാണ്, എനിക്ക് നല്ലോണം ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് വരച്ചേക്കാളും നല്ല ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണ്ട. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് ശരിയാണെന്ന് തോന്നില്ല, എല്ലാം എന്തോ പോലെ ഫീൽ ചെയ്യും. ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്ന് അപ്പം മനസ്സിലായി. കുറെ ആൾക്കാരായിട്ട് ആദ്യമായിട്ടാണ് ഇതിന് ചാൻസ് കിട്ടിയത്. കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാനും നല്ല പരിചയമുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു എല്ലാവരും. ഞാനാണ് ഫസ്റ്റ് ടൈമിൽ, അവരൊക്കെ കുറെ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരുന്നു. എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ഹാപ്പി മൊമെന്റ് ആയിരുന്നു. നമുക്ക് ഇനി പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. ഞാന് മറ്റേ ഒരു ഇത് കാണുമ്പോ അത് നോട്ട് എഴുതിയെടുക്കാൻ നോക്കാറുണ്ട്. അതുപോലെ വർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പെൻസിൽ 10 വർക്ക് ചെയ്തു. വീക്ക്ലി മീറ്റിംഗ് ഞാൻ മിക്കതും പങ്കെടുക്കാറുണ്ടായിരുന്നു. എക്സിബിഷന്റെ കാര്യം പറയാം. എക്സിബിഷൻ കഴിഞ്ഞാണ് ആദ്യം ഫസ്റ്റ് എക്സിബിഷൻ നടന്നിരുന്നു 2024 നടന്നിട്ട് പലരും മോശം അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ആർട്ടിസ്റ്റുകൾ വന്ന് കാണുമ്പോൾ ഡിസ്പ്ലേ ശരിയല്ല, പിന്നെ ചെറിയ വർക്കുകളാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ സാറിന്റെ കണ്ടപ്പോൾ സാറ് ഡ്രോ ബിഗ്, അപ്പൊ ഞങ്ങൾ അതും കൂടി വെച്ചിട്ടാണ് ഞങ്ങള് എക്സിബിഷൻ ചെയ്തിരുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ കണ്ടു പലരും ഇത്തവണ വളരെ നല്ല അഭിപ്രായം പറഞ്ഞേ. എനിക്ക് മനസ്സിലായി ഞാനാണ് എന്റെ പുറകിൽ ഒരാളാണ് സക്സസ് ആണ്, എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചെന്നുള്ളതാണ്. ഇനി ഇൻകം അച്ചീവറാണെന്ന് ആഗ്രഹം. നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തണം. വെറുതെ സാറ് പറഞ്ഞ പോലെ വേണ്ടെന്ന് വെച്ചാൽ അത് നടക്കില്ല, ആക്ഷൻ എടുക്കണം. ഞാനിപ്പോ സാറൊന്ന് ആ ഗോള് സെറ്റ് ചെയ്തതിന് ശേഷം ടൈം ടേബിളാണ് ഇപ്പോൾ എല്ലാത്തിനും ടൈം ടേബിളാണ് ഇപ്പോൾ, പഠിക്കാൻ മാത്രമല്ല. അപ്പോൾ നമ്മൾക്ക് ഓരോ ദിവസത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. ആഴ്ചയിൽ ഇപ്പോൾ ഒരു 2 ദിവസം വരക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഞാൻ വരക്കാറുണ്ട്. ഇപ്പൊ 3 മാസമായിട്ട് അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും സാറിന്റെ വീക്ക്ലി മീറ്റിംഗ് ഞാൻ മുടങ്ങാണ്ട് കേൾക്കും. അപ്പം ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന, ആക്ഷൻ എടുത്തുകൊണ്ട് ആർട്ടിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരെല്ലാവരും നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരാണ്. ശരിക്കും ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രഷ്യസ് ആണ്. കാരണം ഓരോരുത്തരും ആർട്ട് പഠിക്കുന്ന ഓരോരുത്തരും വന്ന് അവരുടെ ആക്ഷൻസ് കൃത്യമായിട്ട് പറയുന്ന സമയത്ത്, അവർക്ക് കിട്ടിയ റിസൾട്ട് പറയുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആർട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക, നമുക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. റെജി സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. റെജി സാർ ശരിക്കും കോൺഫിഡൻസ് അച്ചീവർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം എക്സിബിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ 2 എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കൺഗ്രാജുലേഷൻ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോ. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലാണ് സ്ഥലം. അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്ക്. കൊരട്ടിന്നാണ് ഗവൺമെന്റ് സർവീസിലായിരുന്നു. അത് ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്പൈനൽ കോഡിന് പ്രശ്നം പറ്റി. അപ്പൊ റെസ്റ്റ് എടുക്കാൻ യാത്ര തീരെ പറ്റണ്ടായി. അപ്പോൾ വരയ്ക്കണം എന്നുള്ളത് പണ്ടേക്കുള്ള ആഗ്രഹമായിരുന്നു. അത് കാരണമാണ് 2 കൊല്ലം മുമ്പാണ് VRS എടുത്തത്. VRS എടുത്തതിന് ശേഷമാണ് ഒരു കൊല്ലം ആയിട്ട് കഴിഞ്ഞ ജൂലൈയിലാണ് മെയിലാണ് ഇതിൽ ചേർന്നത്. ഇതിന്റെ പണ്ടേ വരയ്ക്കുമായിരുന്നു, വരയ്ക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റ് എടുക്കാണ്ട് തീരെ നിവൃത്തിയില്ലാണ്ട് തോന്നുന്നു. അപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് അപ്പൊ സാറിന്റെ ഐഡിയ കണ്ടിട്ടാണ് ഇത് ചേർന്ന്. തുടക്കത്തിലൊക്കെ ഞാൻ വരയ്ക്കാറുള്ളത് കോപ്പി എടുത്താണ്, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഇപ്പൊ എനിക്ക് ഇതിൽ ചേർന്നതിന് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് സാറിന്റെ വെൽനസ് ക്ലാസ്സുകൾ, പിന്നെ മൈൻഡ് സെറ്റ്, ഈ ആരോഗ്യപരമായ കാരണങ്ങൾ കാരണം തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെ സാറിന് അറിയാവുന്ന എനിക്ക് ഹാൾ ഓഫ് ഫെയിമിന് വരാൻ പറ്റിയില്ല. അന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് വരയ്ക്കാൻ കിട്ടുന്ന സമയം ഓക്കെ ആണെങ്കിൽ ഞാൻ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കും. പിന്നെ ചിലപ്പോൾ 2 ദിവസം കിടക്കും. അങ്ങനെയൊക്കെയാണ് എന്റെ കഥ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയത് റെക്കോർഡ് ക്ലാസ്, പിന്നെ മീറ്റിങ്ങുകളുടെ കാര്യം പറഞ്ഞാൽ ഈ ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ ഞാൻ കുറച്ചധികം മിസ്സായിട്ടുണ്ട്. അത് റെക്കോർഡ് ക്ലാസ് എന്തായാലും കാണും ഞാൻ എന്തായാലും കുറെ പറ്റിയ. പക്ഷെ കണ്ട ക്ലാസ്സുകൾ പിന്നെ അതിൽ മറ്റുള്ള Q&A, മറ്റുള്ളവർക്ക് കിട്ടുന്ന സാറ് കൊടുക്കുന്ന മോട്ടിവേഷൻ, ഇപ്പൊ എത്ര ചെറിയ കുട്ടിയായാലും ഒരു ഡൗട്ടും ഇല്ലാണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. അതാണ്, ഒരു സംശയവും ഇല്ലാണ്ട്. എനിക്കൊക്കെ ഇപ്പോഴും ഞാൻ വരാൻ കുറെ വൈകി ചേർന്നിട്ടും ഇത് തന്നെ ഞാൻ സംശയിച്ചാണ് ഇതിനൊരു അപ്ലൈ ചെയ്യാൻ ഞാൻ യോഗ്യനാണോ എന്നൊക്കെയുള്ള ഒരു മടി ഉണ്ടായിരുന്നു. ഇപ്പൊ 4 പേര് ആ കുട്ടി 4 പേരും കൂടി പറഞ്ഞപ്പോ തന്നെ എന്റെ സാറെ അവസാനം വച്ചത് നന്നായി. അപ്പൊ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടി, പറയാനുള്ള കോൺഫിഡൻസ് കിട്ടി. ഏറ്റവും കൂടുതൽ പിന്നെ വേറെ
വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സാറ് പറഞ്ഞു തരുന്ന ടെക്നിക്സ്, പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെ ഇത്രയും ടൂൾസ് ഉണ്ടോന്ന് വരെ എനിക്ക് സംശയം തോന്നി. ഇത് മനസ്സിലായ രീതിയിൽ ചേർന്നത് പിന്നെയാണ്. അത് ചെറിയൊരു മോട്ടിവേഷൻ അല്ല. എനിക്ക് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിക്കാരോടും പറയാനുള്ളത്, അത് സാറ് തരുന്ന മോട്ടിവേഷൻ ചെറുതല്ല, ഏറ്റവും ചെറുതല്ല. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും വരയ്ക്കാൻ താല്പര്യപ്പെട്ട കാര്യങ്ങളും അത് തന്നെയാണ്. തുടക്കത്തിലൊക്കെ ഞാൻ പറയും, ഇപ്പൊ പിന്നെ എനിക്ക് കുറെയൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഗ്രിഡ് ഇടാണ്ട് തന്നെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഇതൊക്കെ ഞാൻ ഗ്രിഡ് ഇടാണ്ട് തന്നെ വരച്ചേക്കണം ഞാൻ വരച്ച പടങ്ങൾ. പിന്നെ കോഴ്സിന്റെ കാര്യം അൾട്ടിമേറ്റ് ഈ പോർട്രേറ്റ് ഡ്രോയിങ്ങിന്റെ അത്രേ ആയുള്ളൂ. 1-2 വരച്ചിട്ടുണ്ട്. പിന്നെ കമ്മീഷൻ വർക്കുകൾ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് മുഴുവൻ സമയം കിട്ടണമെന്ന് വെച്ചാൽ അത് ഞാൻ എക്സ്ക്യൂസ് പറയുന്നില്ല, ആരോഗ്യപരമായ കാരണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഇരുന്ന് വരയ്ക്കും. പിന്നെ ഇതിന്റെ മാരത്തോണിന്റെ ഇടയ്ക്ക്, നമ്മുടെ ഇപ്പോഴത്തെ മാരത്തോണിന്റെ ഇടയ്ക്ക് എനിക്ക് തുടക്കത്തിലൊന്നും കുറച്ച് പറ്റിയിട്ടുണ്ടായില്ല. അത് ഗ്രൂപ്പിൽ സാറ് കണ്ടിട്ടുണ്ടാവും. ഞാൻ എക്സ്ക്യൂസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞ് റിപ്ലൈ ഇട്ടതൊക്കെ സാർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അനുസാറാണ് പറഞ്ഞത് അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, തൃശ്ശൂർ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് എന്റെ സിസ്റ്റർ ഹോസ്പിറ്റലായി. അപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ മാറി. അപ്പഴേക്കും കഫക്കെട്ട് വന്നു, പനി വന്നു. പിന്നെ ഒരു ദിവസം രാത്രി 2 ദിവസം രാത്രി മുഴുവൻ 14 ദിവസത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. എന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വാശി വരുമ്പോ ഈ ഇതൊക്കെ മാറും, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ 2 ദിവസം കിടക്കും. ഞാൻ കഴിഞ്ഞ പോലത്തെ ഗ്രൂപ്പിലുള്ളവർക്കും കുറച്ചറിയാം, സാറിന് കുറച്ചറിയാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് നല്ല മോട്ടിവേഷനാണ് കിട്ടിയത്. ഇപ്പൊ എനിക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റി. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, സാറ് കുറച്ച് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതൊക്കെ വെറുതെ ഇന്നലെ രാത്രി ഇരുന്ന് കുറച്ചിരുന്ന് വരച്ചിട്ടുണ്ട്. ഇന്നലെ നല്ല മൂഡ്, നല്ല ബാക്ക് പെയിൻ നല്ലോണം കുറഞ്ഞു. ഇന്നും അതെ, ഇന്നും ബാക്ക് പെയിൻ കുറഞ്ഞു. അപ്പൊ ഇന്നും കുറച്ച് ഈ നമ്മുടെ മാസ്റ്റർ പീസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ ഈ തൃശ്ശൂരുണ്ടായ എക്സിബിഷന്റെ ഈ മോട്ടിവേഷന്റെ കാര്യം ഇതാണ്. എനിക്ക് നല്ലോണം ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് വരച്ചേക്കാളും നല്ല ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ഒരു പ്രശ്നം തോന്നി, കറക്റ്റ് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു മിസ്റ്റേക്സ് തന്നെയാണ്. പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്യും. എന്തായാലും ഇപ്പൊ ചെയ്യുന്നിടത്തോളം എനിക്ക് അതിന്റെ ഞാൻ വിചാരിച്ചേക്കാൾ ഒരു ഡബിൾ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പണ്ട് ഇപ്പൊ വരച്ച് കണ്ടിട്ട് ഇപ്പൊ എക്സിബിഷന്റെ ഇനി എക്സിബിഷന്റെ കാര്യം പറയാം. എക്സിബിഷൻ കഴിഞ്ഞാണ് ആദ്യം ഫസ്റ്റ് എക്സിബിഷൻ നടന്നിരുന്നു 2024 നടന്നിട്ട് പലരും മോശം അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ആർട്ടിസ്റ്റുകൾ വന്ന് കാണുമ്പോൾ ഡിസ്പ്ലേ ശരിയല്ല, പിന്നെ ചെറിയ വർക്കുകളാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ സാറിന്റെ കണ്ടപ്പോൾ സാറ് ഡ്രോ ബിഗ്, അപ്പൊ ഞങ്ങൾ അതും കൂടി വെച്ചിട്ടാണ് ഞങ്ങള് എക്സിബിഷൻ ചെയ്തിരുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ കണ്ടു പലരും ഇത്തവണ വളരെ നല്ല അഭിപ്രായം പറഞ്ഞേ. പിന്നെ വേറൊരു എനിക്ക് പ്ലസ് കിട്ടിയ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ മാസ്റ്റർ പീസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തെ മാസ്റ്റർ പീസ് ആയിട്ട്. അതെനിക്ക് പറയാണ്ട് പറ്റില്ല. ഞാൻ കളറൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ ഇട്ടത് പെൻസിൽ ഡ്രോയിങ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായത് അതെനിക്ക് വളരെ ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും സന്തോഷം എനിക്ക് സാറിനോട്, അത്രയും താങ്ക്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റി. എന്താ വെച്ചാൽ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് സാറ് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് എങ്ങനെ വരയ്ക്കണം എന്നുള്ള 21 ഡേയ്സിനുള്ളിൽ ഇത്രയും വലിയ ചാപ്റ്റേഴ്സ്, ഇത്രയും ഷെയ്ഡിങ് മെത്തേഡ്സ്, ടൂൾസ്, പിന്നെ ഈ ഞായറാഴ്ചത്തെ ക്ലാസ് എനിക്കൊന്നും പറയാൻ പറ്റില്ല, എക്സൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഏത് ടൂൾസും എപ്പോൾ വേണമെങ്കിലും സാറ് അത് അപ്ഡേറ്റ് ചെയ്ത് തരും. ടൂൾസ് ഏതാ യൂസ് ചെയ്യേണ്ടത് പറയും, ഡൗട്ട് ക്ലിയർ ചെയ്ത് പറയും. അതെനിക്ക് പറയാണ്ട് പറ്റില്ല, അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പൊ എന്താ വെച്ചാൽ എക്സിബിഷൻ വളരെ നല്ല എക്സിബിഷൻ ആയിരുന്നു. പിന്നെ പുറമേ നിന്നൊക്കെ ടീച്ചേഴ്സ് ഡൽഹിയിൽ നിന്നൊക്കെ പലരും വന്നിരുന്നിട്ട് ഇപ്പൊ ഇത്തവണ നടന്ന് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു മടിയും വിചാരിക്കണ്ട. ഈ സാറിന്റെ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മടിയും വിചാരിക്കും. ഞാൻ ഇത്രയും ശ്വാസമുട്ടുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യണേ. ഇപ്പൊ എന്റെ കാര്യം ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് ഒന്നും അറിയാനാണ് ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ കിട്ടുന്ന റിസൾട്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നതും. പിന്നെ കൂടുതൽ പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയില്ല. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കുട്ടികളായി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ ക്ലാസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത് അവരെ പഠിപ്പിക്കുന്നത്. അതും മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ ആർട്ട് ഗാലറി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇത് എക്സിബിഷൻസ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, നഷ്ടമില്ലാണ്ട് പോകുന്നുണ്ട്. വിപുലീകരിക്കുന്നുണ്ട്. എങ്കിലും ഇത് ഇത്ര ദൂരമല്ല. അപ്പൊ എനിക്ക് കുറച്ച് ദിവസം യാത്ര ചെയ്യുമ്പോൾ വയ്യാണ്ടാവും. അങ്ങനെയുള്ള ഇതും കൂടി ഉണ്ട്. എക്സിബിഷൻ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ പേരുടെ. പിന്നെ ഇപ്പൊ കൂടുതൽ എക്സിബിഷൻസ് കാണാനും കൂടി ശ്രമിക്കുന്നുണ്ട്. നല്ല ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഈ മടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ഇത്രയും മടിച്ചിരുന്നല്ലോ, ഇത്രയും വരച്ചിട്ട് എനിക്ക് മടിയായിരുന്നു. പക്ഷെ അത് അവരോട് പറയാനുള്ളത്, എനിക്ക് ഒരു മടിയും വിചാരിക്കേണ്ട, യാതൊരു മടിയും വിചാരിക്കേണ്ട. ട്രൈ ഫോർ ദി ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും അച്ചീവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നും ടീച്ചർ ആവണമെന്നും, എന്റെ ഇപ്പൊ സാറിന് പോലെ തന്നെ എനിക്ക് ഏറ്റവും നല്ല ടീച്ചർ ആവണമെന്നാണ്. അപ്പൊ കുട്ടികൾക്ക് വരച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ വരുന്ന പടം വരച്ച് അവർക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ ഷെയ്ഡിങ് മെത്തേഡ്സ് ഇപ്പൊ ഈ മുൻപ് ഗാഥ ബിജു ടീച്ചറെ പറയുന്നതാണ്. അപ്പൊ ഈ 7 എലമെന്റ്സ്, ഇപ്പൊ ഞാൻ ആ 7 എലമെന്റ്സ് പഠിപ്പിച്ചപ്പോ അവര് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ്, അവരത് പഠിപ്പിക്കുന്നില്ല. അവര് വെരി ഹാപ്പി. ഇങ്ങനെ സംഗതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള പാർട്ട്നേഴ്സ് ആയാലും ആള് ക്യൂറേറ്റർ ആണ്, ഫേമസ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആളും ഈ 7 എലമെന്റ്സ് ഓഫ് ആർട്ടിസ്റ്റ്, ആള് BFA ആണ്. സാറ് ആലോചിച്ചു പോകുമ്പോൾ BFA ആണ്. അപ്പൊ ആളും ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആളും അതിലും വളരെ എക്സൈറ്റഡ് ആണ്.
ഇപ്പൊ ഞാൻ എന്നോട് പറയാറുള്ളത് ഇപ്പൊ ഈ എക്സിബിഷൻ നടത്തുമ്പോൾ തന്നെ ഇപ്പൊ ഫേമസ് ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ അവര് BFA ആണെന്ന് ചോദിക്കും. BFA ആണ്, BFA കോഴ്സാണ്, അത് തന്നെയാണ് ചെയ്യുന്നത്, അത് ഓൺലൈനായിട്ട് ചെയ്യണം. അറിയാം, അത്രയും കണ്ടന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒരു മടിയും കൂടാണ്ട് പറയാം ഞാൻ BFA ആണെന്ന് പറയാം. അതായത് സാറിന്റെ കോഴ്സിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് എനിക്ക് അത് പറയാനുള്ളത്. എനിക്ക് ഇപ്പോഴെങ്കിലും നിർത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ അത്രയും ഹാപ്പിയാണ്. ഇത് പോയി കഴിഞ്ഞാൽ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്റെ അസുഖം പകുതി കുറയും. അത് വീട്ടുകാരും പറയാറുണ്ട്, നീ ഹാപ്പിയുള്ളത് ചെയ്യും. വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, അതെനിക്ക് പറയാനുണ്ട്. വീട്ടുകാർ തന്നെയല്ല, ഈ ഗ്രൂപ്പ് നല്ല സപ്പോർട്ടാണ്, അതും കൂടി എനിക്ക് പറയാനുണ്ട്. ഇത്രയും നല്ല കമ്മ്യൂണിറ്റി കിട്ടിയത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പല നല്ല ആർട്ടിസ്റ്റുകൾ വന്ന് നമുക്ക് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞു, സാർ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ എന്റെ ഓർമ്മയിൽ നല്ലോണം ഉണ്ട്. നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി കുറേശ്ശെ. അപ്പൊ നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് ഒരു കാണിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് എത്ര കിട്ടിയതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സാറിനോട് ഒരുപാട് താങ്ക്സ്. ഈ കമ്മ്യൂണിറ്റി ചേർന്നുണ്ട്. ഇനി കമ്മ്യൂണിറ്റി ചേരാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു മടിയും വിചാരിക്കണ്ട, യാതൊരു മടിയും വിചാരിക്കണ്ട. പിന്നെ വേറൊരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് മിസ്റ്റേക്സ് ഒരിക്കലും അവർക്ക് വേറെ ആളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാൻ പറ്റിയ മാതിരി തന്നെ ഞാൻ ഇത്തവണ ചെയ്ത് ഗ്രിഡ് അല്ല, ഇപ്പോഴത്തെ കുറച്ചായിട്ടുണ്ട്. സാറ് ഇതാണ് ചെയ്ത്, ഇപ്പോഴത്തെ ഒന്നും ആയിട്ടില്ല. ഗുഡ് സൂപ്പർ. ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇത് കംപ്ലീറ്റ് ആക്കുമ്പോഴേ ഗംഭീര വർക്കായിട്ട് മാറും. അപ്പൊ എനിക്കത് ഗ്രിഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് ഇതിൽ നിന്ന് തന്നെയാണ്. ചെയ്ത് നോക്കിയാവുന്ന എനിക്കറിയില്ലായിരുന്നു, പക്ഷെ അത് നന്നായെന്നാണ് എന്റെ സാറിന്റെ ഗോൾ എന്താ ആർട്ടിലെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള? ഗോൾ ടീച്ചർ ആവണം, ആൻഡ് പ്ലസ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടി ആവണം. പിന്നെ കുറച്ച് ഈ എക്സിബിഷനിൽ സെയിൽ ആയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ സാറിന്റെ ഗ്രൂപ്പിലിട്ട ചിത്രങ്ങൾ നോക്കാവോ? പ്രൊഫൈൽ നെയിം എന്താ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള? നാരായണൻ തെജി. ഗ്രൂപ്പിൽ ഞാൻ ഇടല് കുറവാണ്. പുതിയ പിക്ചർ വല്ലതും ഗ്രൂപ്പിലുണ്ടോ? ഇന്നലെ ഇട്ടുണ്ടായിരുന്നു, ഇന്നലെ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കുറച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം വരച്ച ഡ്രോയിങ് എന്ന് പറയാൻ. പിന്നെ പോർട്രേറ്റ് വരണം ഇട്ടിരുന്നുള്ളൂ പണ്ട്. പിന്നൊക്കെ പ്രാക്ടീസിന്റെ ആണ് ഇട്ടിരുന്നത്. ഇപ്പൊ ഈ എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊമോഷൻ ആവുമോ എന്ന് വെച്ചിട്ട് മടിച്ചിട്ട് ഇടാതിരുന്നതാണ്. അതിനെ ദിവ്യമാരൊക്കെ മുമ്പ് പറയാറുണ്ട്, അത് ഇടണം, എന്തായാലും ഇടണം, നമ്മുടെ അച്ചീവ്മെന്റ്സ് അല്ലേ, അപ്പൊ സാറിന് ഹാപ്പി ഒന്നും. അപ്പൊ ഞാനത് എനിക്ക് അതും കൂടി അങ്ങനെ ഒരു പേടി ഇനി ഞാൻ ഇട്ടിട്ട് ഇനി പ്രൊമോഷൻ ആവുമോ എന്നുള്ള ഒരു പേടി കൂടി ഇത്രയായിട്ടും എനിക്ക് അത് ഉണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. ആർട്ട് ഗാലറി സാറിന്റെ സ്വന്തമാണ് നടത്തുന്നത്? ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ്, 5 പേരുണ്ട്. പക്ഷെ ഞങ്ങൾ 2 പേരാണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളൂ. കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു? കൊരട്ടി, ചാലക്കുടി, മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്താണ് ഗാലറി, മൂവാറ്റുപുഴ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട്. ആ ഭാഗത്തില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു മാസം ഞങ്ങൾ 2 എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 10-ൽ താഴെ കുട്ടികളുണ്ട്. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് വാട്സാപ്പിൽ അയച്ചു തന്നേക്കണേ. ആ വഴി പോകുമ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് വിസിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ? അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമായത്. ഇത് പോർട്രേറ്റ് വരച്ചത്, ഫേസ് കട്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഡിഫറൻസ് എന്തൊക്കെയാന്ന്. അത്രേ ഉള്ളൂ. ഗുഡ്. നന്നായിട്ടുണ്ട്. യെസ്, അപ്പൊ കൺഗ്രാജുലേഷൻ, മുന്നോട്ട് പോവാ. എന്റെ പേര് നിഷിത ഫൈസൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് വീട്. ഇപ്പൊ ഖത്തറിലാണ്. സാറിന്റെ ക്ലാസ് ഇപ്പൊ ഒരു 1 ഇയർ കഴിഞ്ഞ് കാണും ചേർന്നിട്ട്. ഇപ്പൊ എക്സിബിഷൻ നടത്തണമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോളായിരുന്നു. അത് 2024 ആകുമ്പോഴേക്കും ഒക്ടോബറിൽ നടത്താൻ പറ്റി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്, എക്സിബിഷൻസ് കംപ്ലീറ്റ് ആക്കിയതിന്. പിന്നെ സാറ് 3 days ചലഞ്ച് പറഞ്ഞിരുന്നില്ലേ ജനുവരിയിൽ, അന്നാണ് ആ ഗോള് സെറ്റ് ചെയ്തത്. പക്ഷെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ഞാൻ ചെയ്യാന്നുള്ളൊരു ധൈര്യം വന്ന് ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് അപ്പം മനസ്സിലായി. കുറെ ആൾക്കാരായിട്ട് ആദ്യമായിട്ടാണ് ഇതിന് ചാൻസ് കിട്ടിയത്. കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാനും നല്ല പരിചയമുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു എല്ലാവരും. ഞാനാണ് ഫസ്റ്റ് ടൈമിൽ. അവരൊക്കെ കുറെ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരുന്നു. എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. സെയിലായിട്ടില്ല, എന്നാലും ഒരു നല്ല ഹാപ്പി മൊമെന്റ് ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു എക്സിബിഷൻ? ഞാൻ പറഞ്ഞിരുന്നില്ല, എന്റെ പിക്ചേഴ്സ് ഒരു ഹാർട്ട് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കൊടുത്തിരുന്നു. അവര് 2 മാസം കൂടുമ്പോ എക്സിബിഷൻ നടത്താറുണ്ട്. അപ്പൊ ജോയിൻ ചെയ്തതാണ്. കറക്റ്റ് സ്ഥലം എവിടെയാ? അൽസദ്, യുഎഇയിലാണല്ലേ? ഖത്തറിൽ. ഓക്കെ. ഗുഡ്. ഇപ്പൊ എക്സിബിഷൻ മുമ്പായിട്ട് നമുക്ക് കുറെ എന്താ പറയാ
പേടിയുണ്ടോ? ആൾക്കാർ എങ്ങനെ നമ്മുടെ ആർട്ട് വർക്ക് എടുക്കും, മോശമായിട്ട് അത് കമന്റ്? നല്ലോണം ഉണ്ടായിരുന്നു. എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഫീൽ ചെയ്തു? അത് നല്ലതായിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് പങ്കെടുക്കണം എന്ന് മനസ്സിലായി. കാരണം നമുക്ക് സോഷ്യൽ കോണ്ടാക്ട് കുറവല്ലേ, അതെ അതെ. ആൾക്കാർ പിന്നെ ഫേസ് ചെയ്യണം. അത് ആദ്യത്തെ ഒരു പരിചയമായിരുന്നു. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് ശരിയായി. ഇനി പങ്കെടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ രണ്ടാമത് ഒരു എക്സിബിഷൻ വന്ന് ഷെയ്ക്കിന്റെ ഫോട്ടോ, അത് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ സെലക്ട് ആയില്ല. അത് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് മാർക്ക് സ്കോർ ചെയ്യണം, എന്നിട്ടൊക്കെ കിട്ടുള്ളൂ. എന്നാലും ഞാൻ വരച്ചു കൊടുത്തു. ഇനിയും പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. ഇനി ഇൻകം അച്ചീവർ ആണെന്നാണ് ആഗ്രഹം. Yes, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാമിന്റെ ഒരു എക്സ്പീരിയൻസിൽ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തണം. വെറുതെ സാറ് പറഞ്ഞ പോലെ വേണ്ടാന്ന് വെച്ചാൽ അത് നടക്കില്ല. ആക്ഷൻ എടുക്കണം. ഞാനിപ്പോ സാറ് എന്നാ ഗോള് സെറ്റ് ചെയ്തതിനു ശേഷം ടൈം ടേബിളാണ് ഇപ്പോ, എല്ലാത്തിനും ടൈം ടേബിളാണ് ഇപ്പൊ. പഠിക്കാൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾക്ക് ഓരോ ദിവസത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. ആഴ്ചയിൽ ഇപ്പൊ ഒരു 2 ദിവസം വരക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഞാൻ വരക്കാറുണ്ട്. ഇപ്പൊ 3 മാസമായിട്ട് അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും സാറിന്റെ വീക്കിലി മീറ്റിംഗ് ഞാൻ മുടങ്ങാണ്ട് കേൾക്കും. അപ്പം ഒരു കോൺഫിഡൻസ് വരും, പിന്നെ ഉണ്ടാവണവും അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. ഈ ഒരു അച്ചീവ്മെന്റ് എടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് എലമെന്റ് എന്തായിരുന്നു? വീക്കിലി മീറ്റിംഗ് ആയിരുന്നോ, മാരത്തോൺ ആയിരുന്നോ? എനിക്ക് തോന്നിയിട്ടുള്ളത് മാരത്തോൺ വന്നതിന് ശേഷമാണ് എക്സിബിഷൻ പങ്കെടുക്കാൻ ധൈര്യം വന്നത്. മാരത്തോൺ മാസ്റ്റർ പീസ് ചെയ്തതിന് ശേഷം. പിന്നെ സാറിന്റെ വീക്കിലി മീറ്റിംഗ് എല്ലാ ആഴ്ചയും നമുക്ക് മടി വരും. മടി വന്ന് 2 ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും. പിന്നെ ഈ വീക്കിലി മീറ്റിംഗ് കണ്ടു കഴിഞ്ഞാലാണ് പിന്നെ വരക്കാൻ ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ രാവിലെ ഞാൻ ഫ്രീ ആവും, 11 മണി വരെ ഫ്രീ ആവും. ആ ടൈമില് സാറിന്റെ ക്ലാസ്സും പിന്നെ പഠിക്കാൻ അതൊക്കെ കഴിച്ച് മോള് 11 മണിക്ക് വരും. അതിന്റെ ഉള്ളിൽ എല്ലാതും കഴിച്ചു. പിന്നെ ആഴ്ചയിൽ 2 ദിവസവും വരക്കില്ല. ബാക്കിയുള്ള ടൈമിൽ ഞാൻ പ്രാക്ടീസിങ്, ലൈൻ ഡ്രോയിങ്, പിന്നെ അതൊക്കെ അല്ലേ നമ്മൾ സ്വന്തമായിട്ട് മാസ്റ്റർ പീസ് വരക്കുമ്പോൾ അത്ര ടൈം വേണ്ട. അപ്പൊ അതിനൊക്കെ ടൈം കണ്ടെത്തിയിട്ട് മാക്സിമം ഒരു 3 മണിക്കൂർ അതിനായിട്ട് മാറ്റി വെക്കും. ഇതാണ് എക്സിബിഷന് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ലേ? അതൊന്നും പ്രതീക്ഷിച്ചതല്ല, എന്നാലും ഒരു നല്ല ഹാപ്പി ആയി അത് കിട്ടിയപ്പോ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് കാണാൻ വന്നു, ഒരുപാട് അപ്രീസിയേഷൻ. അതില് നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. കുറെ പ്രാവശ്യം പങ്കെടുത്തോളാം. ഞാനും വേറൊരു കുട്ടിയും കൂടി 2 ആള് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് പങ്കെടുക്കണം. ബാക്കിയുള്ളവരൊക്കെ കുറെ കാലമായിട്ട് പങ്കെടുക്കണ ആൾക്കാര്. ഇതാണോ ആർട്ട് വർക്ക് വെച്ചത്? അല്ലല്ല, ഓസിന്റെ പിക്ചർ, 2 ഓസിന്റെ പിക്ചർ. ഇതല്ലേ? അതല്ല, ഞാൻ സാറിന് അയച്ചെന്നുണ്ട്. ഇതില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുമ്പാണോ? ഇതൊന്ന്, ഇത് ഈ ഹൗസിന്റെ പിക്ചർ ഞാൻ 1 വീക്ക് എടുത്ത്. പിന്നെ ഇത് കൊടുക്കുന്ന ടൈമിൽ പറഞ്ഞ് 2 പിക്ചർ വെക്കാന്ന് പറഞ്ഞപ്പോ മറ്റത് ഞാൻ 2 ദിവസം കൊണ്ട് വരച്ചതാ വീട്ടില്. കൊള്ളാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇൻകം ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ആക്ഷൻസ് എടുക്കാം. തന്നെ 21 ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻകം കിട്ടിയെങ്കിൽ തന്നെ ശരിയാവും. ഇപ്പൊ എത്ര ഗോൾസ് അച്ചീവ് ചെയ്തു? ഇപ്പൊ ഇൻകം കിട്ടിയിട്ടാണ് ഞാൻ AI കോഴ്സ് എടുക്കാന്ന് വെച്ചത്. പക്ഷെ ഞാൻ എടുത്തു. എനിക്ക് പിക്ചേഴ്സ് നല്ല ക്രിയേറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ അതിപ്പോ എടുത്തിട്ട് 1 വീക്ക് ആവുന്നുള്ളൂ. കുറെ ഗോൾസ് ഇല്ലേ, ഫാമിലി റിലേറ്റഡ്, ആർട്ട് റിലേറ്റഡ് ഒരു 10 ഉണ്ടാവും. ഇത് ഇൻകം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ്. അത് കഴിഞ്ഞ് സാറിന്റെ മെന്റർഷിപ്പിന് ചേരണം. അങ്ങനെ കുറെ ഡ്രീംസുകൾ ഉണ്ട്. അപ്പൊ താങ്ക് യു, കൺഗ്രാചുലേഷൻ അച്ചീവ്മെന്റ് എടുത്തതിൽ. നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻസൈറ്റ്സ് തരാം. നെക്സ്റ്റ് മുഹമ്മദ് കാമിലാണ്. സ്പോട്ട്ലൈറ്റിലോട്ട് വരാം. കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു വേർഡ് കരസ്ഥമാക്കിയാണ് കാമിൽ നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോ ആദ്യം എത്ര ഏജ് എന്ന് പറയണം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയണം, എവിടെ താമസിക്കുന്നത്, അത്ര ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാന് കാലടിയിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓൺലൈനായിട്ട് ആർട്ട് പഠിക്കണം എന്നുള്ള തോന്നൽ വന്നേ? മറ്റേ ഓഫ്ലൈൻ ആവുമ്പോ പുറത്തൊക്കെ പോയി ചെയ്യണ്ടേ, വീട്ടിലിരുന്ന് ചെയ്യാൻ. മോൻ വേറെ എവിടെയെങ്കിലും മുമ്പ് ആർട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിരുന്നു. പിന്നെ അത് എക്സാം ഒക്കെ ആയപ്പോ പോവാൻ പറ്റിയില്ല. ഓഫ്ലൈൻ ആയിട്ടാണോ പഠിച്ചിരുന്നത്? എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുമ്പോഴും ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോഴും? അവിടെ ആണെങ്കിൽ ഫുള്ള് മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞു തന്നിരുന്നുള്ളൂ. ഇവിടെ വരുമ്പോ മിസ്റ്റേക്ക് അല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കറക്റ്റ് മെത്തേഡ്സും ടെക്നിക്സ് എല്ലാം പഠിക്കുന്നുണ്ട്. എന്താ ഡിഫറൻസ്? ശരിക്കും മിസ്റ്റേക്ക് പറഞ്ഞു തരുമ്പോഴും നമുക്ക് വരയ്ക്കാൻ പറ്റും, കറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പറഞ്ഞു തരുമ്പോൾ വരയ്ക്കാൻ പറ്റും. ശരിക്കും എന്താ മോന്റെ എക്സ്പീരിയൻസ് ഡിഫറൻസ് തോന്നി രണ്ടും തമ്മിൽ? എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണ്ട. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് ശരിയാണെന്ന് തോന്നില്ല, എല്ലാം എന്തോ പോലെ ഫീൽ ചെയ്യും. യെസ്, കറക്റ്റ് പോയിന്റ് പറഞ്ഞ. മിസ്റ്റേക്ക് കറക്റ്റ് പഠിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
മിസ്റ്റേക്ക് മാത്രം കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ അവരുടെ സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു കോൺഫിഡൻസ് വരില്ല. എപ്പോഴും ഈ പറഞ്ഞ പോലെ കാമിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എത്ര നല്ല ചിത്രം വരച്ചാലും നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും കറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് കാണും. നമ്മൾ വരച്ചത് കറക്റ്റ് ആണെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ക്ലാസ്സിൽ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെന്റ് എന്തായിരുന്നു? റെക്കോർഡർ ക്ലാസ് ആയിരുന്നോ, വീക്കിലി മീറ്റിംഗ് ആയിരുന്നോ? എനിക്ക് കൂടുതൽ വീക്കിലി മീറ്റിംഗ് ഇഷ്ടപ്പെട്ടെ. ഡൗട്ടൊക്കെ ചോദിച്ചത്. ഡൗട്ട് ഇല്ല എന്നിട്ട് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയുന്ന ആൻസേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. യെസ്. ഇനി മോന്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഒരു കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കാൻ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് മുഹമ്മദ് കാമിൽ എടുത്ത ആക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? ഇത്രയും നല്ല റിസൾട്ട് കാണാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാന് ഒരു ഇത് കാണുമ്പോ അത് നോട്ട് എഴുതിയെടുക്കാൻ നോക്കാറുണ്ട്. അതുപോലെ വർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പെൻസിൽ 10 വർക്ക് ചെയ്തു. വീക്ക്ലി മീറ്റിംഗ് ഞാൻ മിക്കതും പങ്കെടുക്കാറുണ്ടായിരുന്നു. വരച്ച ചിത്രം വല്ലതും കയ്യിലുണ്ടോ കാണിക്കാനായിട്ട്? ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ഓപ്പൺ ചെയ്യാം. പ്രൊഫൈൽ നെയിം ഒന്ന് പറയാമോ? യെസ്. ശരിക്കും നമ്മുടെ ലോങ് ടൈമിലുള്ള റിസൾട്ട് നമ്മൾ പണ്ട് വരച്ചതും പുതിയത് വരച്ചതും നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. സോ മുഹമ്മദ് കാമിൽ കുറേ നാൾ മുമ്പ് വരച്ചൊരു ചിത്രമാണത്. ക്ലാസ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വരച്ച ഓയിൽ പേസ്റ്റിലാണ് വരച്ചുകൊണ്ടിരുന്നത്. കുറേ കാർട്ടൂണിഷ് ആയിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ക്ലാസ്സിൽ വന്നതിന് ശേഷം പതിയെ ഇപ്പോൾ ഇതൊന്നും ഓപ്പൺ ചെയ്ത് വെക്കുക ഞാൻ അപ്പുറത്ത്. പതിയെ ഇമ്പ്രൂവ് ആയി, ഷേപ്സ് ഒക്കെ മനസ്സിലായി, കുറച്ചും കൂടി ഔട്ട്ലൈൻ ഒക്കെ ഇമ്പ്രൂവ് ആയി, ആൾക്കാരുടെ ഫേസുകൾ വരയ്ക്കാൻ തുടങ്ങിയതേ നമ്മുടെ പോർട്രേറ്റ് കോഴ്സിൻ്റെ. ഗുഡ്. ഔട്ട്ലൈൻ നീറ്റ് ആയിട്ടുണ്ട്. പതിയെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്തു. യെസ്. നമ്മുടെ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്തെ ചാപ്റ്റേഴ്സ് ആണ്. ഗുഡ്. ഗ്രിഡ് ഇട്ട് വരയ്ക്കാൻ നോക്കുന്നുണ്ട്. യെസ്, കൊള്ളാം. അപ്പൊ ഇതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വരച്ച ചിത്രവും അവിടെ നിന്ന് ഒരു കാർട്ടൂണിഷ് ആയിട്ട് ഔട്ട്ലൈൻ മാത്രമൊക്കെ ഇട്ട് കളറിംഗ് ഒക്കെ ചെയ്ത് കാർട്ടൂണിഷ് ആയിട്ട് കുട്ടികളെ പോലെ വരച്ചിരുന്നതിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് ഷേപ്സ് എല്ലാം മനസ്സിലാക്കി ഇപ്പോൾ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് എന്താ ഇപ്പോ? ഇപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് പോർട്രേറ്റ് ഡ്രോയിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അഡ്വാൻസ് പോർട്രേറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും. അതിൽ മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ കുറച്ചും കൂടി മെഷർമെന്റ് നമ്മുടെ ആർട്ട് വർക്ക്സ് എല്ലാം കറക്റ്റ് ആവും. പിന്നെ ഷെയ്ഡിങ് മെത്തേഡ് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ചെയ്യുന്നതോറും ഇപ്പൊ ഷെയ്ഡിങ് മെത്തേഡ് ഓൾറെഡി അറിയാം. നമ്മൾ ചെയ്യുന്നതോറും അത് റിഫൈൻഡ് ആയിട്ട് വരും. ഇപ്പൊ ലാസ്റ്റ് വരെ ചിത്രമൊക്കെ ഉള്ള ഫേസ് നല്ല രീതിയിൽ കണ്ണും മൂക്കൊക്കെ നോക്കി നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാതെ മെത്തേഡൊക്കെ മനസ്സിലാക്കി ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ കുറച്ചും കൂടി ഇനി പ്രാക്ടീസ് ആവുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. യെസ്, താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പ്രതീഷ് ആണ്. പ്രതീഷ് സാറിനെ നമുക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ, കോൺഫിഡൻസ് അച്ചീവർ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ടൈം എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി കോൺഫിഡൻസ് അച്ചീവറിലോട്ട് വരാനായിട്ട്. എന്നിരുന്നാൽ കൂടി ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലോട്ട് വരാനുണ്ടായ സാഹചര്യം, വന്നതിന് ശേഷമുണ്ടായ എക്സ്പീരിയൻസ്. നമസ്കാരം സാർ, പ്രദീപ്. ഞാൻ എറണാകുളം ജില്ലയിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞ് ഇതിലേക്ക് വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ശരിക്കും കൊറോണയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ കലാകാരന്മാരും എല്ലാവരും ആക്കി തീർത്തിരിക്കും കൊറോണയാണ്. കാരണം കൊറോണ സമയത്ത് അകത്തിരുന്നപ്പോഴത്തേക്കും പണ്ട് വരച്ചിരുന്നെങ്കിൽ നമ്മളൊന്ന് പൊടി കെട്ടിയെടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കും അതൊക്കെ മാറി കിട്ടി. പിന്നെ വരയ്ക്കാൻ നമ്മൾ മാറ്റാനെടുത്ത് പറയും. വീണ്ടും രണ്ടാമത് കൊറോണ കിട്ടി. മറ്റേത് ക്വാറന്റൈൻ ആയി പോയത്, വീണ്ടും കൊറോണ ഒറിജിനൽ വന്നപ്പോഴത്തേക്കും പഴയ പടം ഒന്ന് വരച്ചപ്പോഴത്തേക്കും നമുക്ക് മിസ്റ്റേക്കുകൾ മനസ്സിലായി. മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊടുത്തപ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കും ആ 14 ദിവസം കുറച്ചും കൂടി ഡീപ്പായിട്ട് വരച്ചു പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കോഴ്സ്, ഒരു 6 മാസം കോഴ്സ് ഉണ്ട്, റിവേഴ്സ് ഗോൾഡ്. പക്ഷെ അത് ഒറ്റ പിക്ചർ മാത്രം ഉണ്ടായിരുന്നു. ഒരു പിക്ചറിന് ഒരു ഫിഗർ മാത്രം വരച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വരച്ചെടുത്തു. അത് കഴിഞ്ഞാണ് സാറിന്റെ ആഡ് കാണുന്നത്. ഈ ആഡ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് 2 വ്യത്യാസം മനസ്സിലായി. കാരണം എനിക്ക് ആ ഒറ്റ പോർട്രേറ്റ് വരച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു പോർട്രേറ്റ് വരയ്ക്കാണെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ചിലപ്പോൾ അതിന്റെ ഹെയർ വേണ്ട രീതിയായിരിക്കും. അവിടെയാണ് കൺഫ്യൂഷൻ ആയത്. അപ്പോഴാണ് സച്ചിൻ സാറിന്റെ ആഡ് കണ്ടപ്പോഴത്തേക്കും സാറ് കരുന്ന എന്താ പറയുന്നത്, അതിന്റെ സിത്താരുടെയൊക്കെ എന്തോ ഒരു ഉദ്ഘാടനത്തിനൊക്കെ സാറ് ഇങ്ങനെ തർക്കമാണ്. അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് സാറിന്റെ ആഡ് കണ്ട് ജോയിൻ ചെയ്യുന്നത്, റിക്വസ്റ്റ് അയച്ച് അങ്ങനെ ഇതിലേക്ക് വന്നത്. ഇനി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഓരോ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് തന്നെ അതാണ് ഏറ്റവും വേറൊരു സ്ഥലത്തും കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ ഇങ്ങനെ കിട്ടില്ല. കാരണം പോയി നമ്മൾ വരച്ച് വീട്ടിൽ വരും, വരച്ച് ഒരു കോഴ്സ് ഇരുന്നൊക്കെ തീർന്നു. പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് സിലബസ് എന്ന സാധനം, അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. കാരണം ഒരു കൊച്ചുകുട്ടി മുതൽ ഇന്നിപ്പോ ഞാൻ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ധൈര്യമായിട്ട് എന്റെ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റ് പ്രതീക്ഷിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരും. കാരണം ഞാൻ വ്യക്തിയിൽ ഒരു സാധനം ഒരു പിക്ചർ പോസ്റ്റ് ചെയ്താൽ
റിസൾട്ട് എനിക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്ക് അതിന്റെ ഇത് കിട്ടുന്നുണ്ട്. കാരണം അത്ര ലെവലിലേക്ക് ഞാൻ മാറി എന്നുള്ളത്. കാരണം അത് തന്നെയാണ് എനിക്ക് സാറിന് ഈ പറഞ്ഞ പോലെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു ഡ്രീമിലേക്ക് ഞാൻ എത്താൻ കാരണം. ഇത്രയും റിസ്ക് എടുത്തായിരുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരുപാട് ലേറ്റായി. കാരണം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് സത്യം പറയാൻ എന്റെ സാർ പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം സാർ അന്ന് നമുക്ക് എഫ് പിയിൽ വരുന്നതിന് മുമ്പ് ലൈവായിട്ടായിരുന്നു സാറിന്റെ മറ്റേ വാട്സപ്പിലേക്ക് ഇടാനാണ് പറഞ്ഞത്. അന്ന് ഞാൻ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞാണ് ലൈഫ് ടൈം മെമ്പർഷിപ്പ് എനിക്ക് തരുന്നത്. ഞാൻ പങ്കാളിത്തത്തിൽ വിജയത്ത് കുറവായി. അപ്പൊ എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും എന്റെ ലെവൽ മാറി എന്നുള്ളത് സത്യമാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ മാരത്തോണിൽ പങ്കെടുത്തു. അതിൽ ഒറ്റയ്ക്കാണ് സാറ് ഒരു മാരത്തോണിൽ നമ്മുടെ മാസ്റ്റർ ഫീസ് വരയ്ക്കണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നേ ചിന്തിക്കാത്ത പലരും റീൽസ് മാത്രം ഇട്ടതാണ് നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ സത്യം പറഞ്ഞാൽ ചിന്തിക്കുക. വരച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ആ ഇതിൽ മനസ്സിലായി ഞാൻ ആരാന്നുള്ളത്. അതിന്റെ പുറകിൽ നിന്ന ഒരാളാണ് സച്ചിൻ സാർ. അത് എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചതെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ പറഞ്ഞ സാറിന്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ വീക്കിലും പറഞ്ഞ ഓരോ ഓരോ കാര്യങ്ങൾ കൃത്യമായി എനിക്ക് ഗുണം ചെയ്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്, കളരി ക്ലാസ് എടുക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. എനിക്കിത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഡെയിലി റുട്ടീൻ അടക്കം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അവർക്ക് അത് ചെല്ലുമ്പോഴത്തേക്കും അവർ പഠിത്തവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാത്ത രീതിയിൽ കൃത്യമായി എനിക്ക് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് എനിക്കിത് ഗുണമായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഡെയിലി റുട്ടീൻ രാവിലെ എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ ഹെൽത്ത് ആയാലും എല്ലാം കൃത്യമായിട്ട് നമ്മളെ ആ ഒരു ലെവലിലേക്ക് തന്നെ മാറ്റി എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഇവിടെ ഇരിക്കാൻ പറ്റിയത് ഇത് വൈകിയോണ്ട് കാരണം ഏതൊന്നുമല്ല. അത് പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമയക്കുറവ്, മടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഡിക്ഷണറിൽ എഴുതി വെച്ച രണ്ട് വാക്കത് ഞാൻ പറയാം. കാരണം മടിയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും മടി വരും. രോഗികൾ മാത്രം മടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മൈൻഡ് ബ്ലോക്ക് ആയി. എങ്കിൽ പോലും അതും ഞാൻ മാറ്റാൻ ശ്രമിക്കും. സമയക്കുറവ് എന്നുള്ളത് എനിക്ക് ഇത്തിരി പ്രശ്നമാണ്. കാരണം ഞാൻ നിൽക്കുന്ന ലെവലിൽ പക്ക ഒരു രാഷ്ട്രീയം കൂടി ഉണ്ട്. എനിക്ക് ചർച്ച ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ കുറച്ച് ഞാൻ പെട്ടിടക്കുന്നു. കാരണം ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, കുറച്ച് ചാർജുകളുണ്ട് പാർട്ടിയുടെ കീഴിൽ. അത് കാരണം തന്നെ എനിക്ക് അതിലും പോകാണ്ടിരിക്കാൻ പറ്റുന്നു. അപ്പൊ ഈ ജോലി കഴിഞ്ഞ് വന്ന തരും അങ്ങനെ കുറെ കമ്മിറ്റികളും ഉണ്ട്. അവിടെയും കുറച്ച് ക്ലാസ്സിൽ വേറെ ഉണ്ട് പാർട്ടി ടീച്ചറാണ്. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ചെറിയ കുട്ടിയാണ്. അതിന് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ ഒരു 10-11 മണിക്കേ ആവും. പിന്നെ വരാന്നുള്ളത് പിന്നെ സാറ് പറഞ്ഞ ഹെൽത്തിന്റെ ഉറക്കുന്ന സ്ഥലത്തേക്ക് വരും. എങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പൊ എന്റെ ബാഗിൽ ഇപ്പോൾ ചെറിയൊരു പാഡ് ഉണ്ടാവാറുണ്ട്. കമ്പനി പോണ ഫ്ലൈറ്റ് ടൈമിലായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞോണ്ട് തന്നെ പിന്നെ പണം തന്നില്ലല്ലോ, കൈയൊന്ന് റെഡിയാക്കാൻ വേണ്ടി എനിക്ക് എന്ത് പണം പറയുക. ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മാരത്തോൺ നമ്മൾ 21 ഡേയ്സ് ആയി പോലും കൃത്യമായി എന്തൊക്കെ റിസ്ക് എടുത്താണ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം സാറിന് നോക്കിയറിയാൻ വേണ്ടി കൃത്യമായ ഡേ പെർ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത്രയും ഈ പറയും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിലേക്ക് കൈകാര്യം പറഞ്ഞതാണ്. കാരണം അത്ര ഇതിലേക്ക് ഞാൻ ഇൻവോൾവ് ആയെന്നുള്ളതാണ്. കാരണം അത് ഈ ഒരു ക്ലാസിന്റെ ഗുണമാണ് ഏറ്റവും പ്രത്യേകത. കാരണം സാറിന്റെ ഈ പറഞ്ഞ മീറ്റ് കാരണം ഒരു സ്ഥലത്തും കിട്ടില്ല. വീക്ക്ലി മീറ്റ് കൂടാതെ ഈ പറഞ്ഞ മാസ്റ്റർ പീസ് ഉള്ള നമ്മുടെ വെനസ്ഡേയുടെ ക്ലാസ്സുകൾ അങ്ങനെ ഓരോ ക്ലാസ്സുകളും ഞാൻ എന്നെ കൊണ്ട് എത്തിക്കാന്നുള്ളത്. ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടില്ല. എനിക്കാണ് ഒരു കമ്മീഷൻ വർക്ക് കിട്ടുന്നത് ബർത്ത് മറ്റേ ആനിവേഴ്സറിക്കാണ്. അത് ഞാൻ വരച്ചു കൊടുത്തു. അത് ഇങ്ങനെ കിട്ടിയെന്നുള്ളൂ. പക്ഷെ അത് ബാക്കിയൊന്നും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. അതിവിടെ എന്തായാലും അനൗൺസ് ചെയ്യുകയാണ്. യെസ്, ഇതൊക്കെയാണ് നമ്മുടെ മാരത്തോണിന്റെ ഭാഗമായിട്ട് വരച്ചൊരു ചിത്രം. അതിനുശേഷം ഓൾറെഡി കളരിയും ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന കാരണം നോർമലി ടീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കുമല്ലോ. ആ എഫേർട്ട് പ്രദീപ് സാറിൻ്റെ വർക്കിൽ കാണുന്നുണ്ട്. കാരണം മെത്തേഡ്സ് എല്ലാം മനസ്സിലാക്കി എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. യെസ്, ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഗുഡ്, സൂപ്പർ. ശരിക്കും നല്ലൊരു ജേണിയാണ്. നോക്കിയേ, ഈ ഒരു ലെവലിൽ നിന്നൊക്കെ വന്ന് ഷെയ്ഡിങ് എല്ലാം പഠിച്ച് ഈ ഒരു ലെവലിലെത്തി. പക്ഷെ അവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലോട്ട് നമ്മളെത്തി. പിന്നെ നമ്മൾ ഇപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ളത് ഫോട്ടോയും ലെഫ്റ്റ് സൈഡിലുള്ളത് വരച്ചതാണ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ചെറിയ മൈന്യൂട്ട് ഡോട്ട് പോലും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോട്ടുണ്ട്. ആ ഡോട്ട് നമ്മൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഇവിടെ ചെയ്യുന്നതിലാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്കിൽ എന്ന് പറയുന്നത്. ഓൾറെഡി കറക്റ്റ് ഒബ്സർവ് ചെയ്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വരച്ചതിൻ്റെ റിസൾട്ട് ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഫൈനലി ഇപ്പോൾ നേരത്തെ കാണിച്ച ചിത്രം, അതാണ് നേരത്തെ കാണിച്ചത്, നല്ലൊരു ആർട്ട് വർക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാനുള്ള വ്യക്തിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി കളരി പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പൊതുപ്രവർത്തനമുണ്ട്. അതിൻ്റെ ഇടയിൽ ആർട്ടും കൂടി പഠിക്കുക, അവിടെയും കൂടി അച്ചീവ്മെൻ്റ് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കോഴ്സിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര്, കോഴ്സ് എടുക്കാത്തവർ ഒരുപാട് പേര് പറയുന്നൊരു എക്സ്ക്യൂസാണ്, എനിക്ക് ടൈമില്ല. പക്ഷേ ശരിക്കും പ്രതീക്ഷ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കും, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ, ടൈം ശരിക്കും ആർക്കും ഉണ്ടാവില്ല, പക്ഷേ ടൈം നമ്മൾ കണ്ടെത്തണം, അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇത്രയും ആക്ടിവിറ്റി ചെയ്തിട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് ടൈം അറേഞ്ച് ചെയ്ത് ആർട്ട് പഠിച്ച് അവിടെ നിന്ന് എടുത്തൊരു റിസൾട്ടാണ്. സോ ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് തന്നെ ആർട്ട് പഠിക്കാനായിട്ട് സാധിക്കും. യെസ്, ഒരുപാട് സന്തോഷം. മറ്റുള്ള പ്രതീക്ഷിൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താ പറയാറുള്ള, ആർട്ട് പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ടോ? സാർ ഷെയർ ചെയ്ത് വേണ്ടല്ല, പക്ഷെ നമുക്ക് ഇപ്പോഴും നിയമം ലാസ്റ്റ് വന്ന് നമ്മുടെ ഈ പാർട്ടി ബേസിൽ ഒരു കോമ്പറ്റീഷൻ വെച്ച് കുട്ടികൾക്കുള്ളത്. പക്ഷെ എന്നോട് അവർ ജഡ്ജ് ചെയ്യാൻ പറ്റും. സത്യം പറ നമുക്ക് അന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും പണ്ടത്തേക്ക് പിക്ചറായിട്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഒരു മിസ്റ്റേക്ക് എന്നല്ല, ആ കൊച്ചിനെ കുറിച്ച തീമിന് എന്താണ് അറിയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അറിയണവരൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ പറഞ്ഞ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളായാലും കാരണം ഇപ്പൊ കുറെ പേര് ജോലിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവരും ഇപ്പൊ ഓഫ്ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്രയും ഈ പറഞ്ഞ ഇതിന് കിട്ടിയ റിസൾട്ടാണ്. നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ അത് ഷെയർ ചെയ്യാൻ പറഞ്ഞ ഇങ്ങനെ വരയ്ക്കണം. എനിക്ക് ഈ പറഞ്ഞ തന്നെ ഈ എല്ലാം പഠിപ്പിക്കണേ വേണ്ടി, കളരിയാണ് പഠിപ്പിക്കണേ വേണ്ടി ഇതും പഠിപ്പിക്കണമെന്നുണ്ട്, ഡ്രോയിങ് പഠിപ്പിക്കണമെന്നുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞ ഒരു പിക്ചർ നോക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. എന്തായാലും വെച്ചാൽ അതിലെ കൊച്ചു ഉദ്ദേശിക്കണം എന്നാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എനിക്ക് മാറി കൊള്ളാമെന്നുണ്ട്. ഇതാണ് അതിന്റെ റിസൾട്ട്. ഈ പറഞ്ഞ കുട്ടികൾക്ക് ഷെയർ കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞതും. ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും ഈ ഡ്രോയിങ്ങും എല്ലാം കൂടെ ആയിട്ട്. ഒരു ഈ ഡ്രോയിങ്ങും ഈ പറഞ്ഞ എന്താണ് കളരിയും എല്ലാം കൂടെ കറക്റ്റ് എടുത്ത് ഒരു കൊളാഷ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു കാര്യം പറയാം, അത് സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യാറ് ഇപ്പൊ ഒരു മെന്റലിസ്റ്റോട് പ്രാക്ടീസ് അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫോം ചെയ്യാനുള്ള പരിപാടികൾ താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടി ഡ്രോയിങ് ആണെങ്കിലും എനിക്കത് ഈ പറഞ്ഞ മെന്റലിസം ഞാൻ ട്രൈ നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ആവുന്നുണ്ട്. ഈ ഡ്രോയിങ്ങും മെന്റലിസവും അതും കൂടെ ഒരു ചെറിയ വർക്കുണ്ട്. ഇതിലേക്ക് തന്നെയാണ് അതും ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് പറയാൻ. ഒരു ഗോൾ എന്താ നെക്സ്റ്റ് ആർട്ടിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോള്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പ ഈ ലെവലിൽ ഇപ്പൊ സാറിനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സാറ് കാണിച്ചപ്പോ എനിക്ക് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ടീച്ചിങ്ങിലേക്ക് ഒന്ന് കടന്നാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ക്ലാസ് സ്കൂൾ പോലെ ചെറിയൊരു ആർട്ട് ക്ലാസ് തുടങ്ങിയ കൊള്ളാമെന്നുണ്ട്. ഈ പറഞ്ഞ സമയത്തിന് വരുന്നുണ്ടെങ്കിൽ പോലും സാറ് പറഞ്ഞാൽ ഒരാളെങ്കിൽ രണ്ടുപേരാണെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്ത് നടത്തും. അവിടുന്നാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് താല്പര്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരാൾ എന്നോട് ചോദിച്ചൊരു വാക്കുണ്ട്, ഇതിന് റിസൾട്ട് പറയാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആരായെന്ന് നമുക്ക് ചിന്തിച്ചു. കാരണം അവരെന്നെ അത്ര പറയാമെങ്കിൽ കാരണം എന്റെ റിസൾട്ട് ഈ പറഞ്ഞ മൊബൈലിലൂടെ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഞാനെന്നൊരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് പുറത്തൊരാൾ കിട്ടുന്നത് ആ റിസൾട്ട് കൃത്യമായി കിട്ടി. കാരണം വേറെ ഇപ്പൊ കളിയാണെങ്കിലും ആന്ന് പറഞ്ഞ് എല്ലാത്തിനും കൂടെ കിട്ടുന്നുണ്ട്. കളി പഠിപ്പിക്കുമ്പോഴാണ് മക്കൾ കിട്ടുന്നത്. കാരണം പുറത്ത് കഴിയുമ്പോഴത്തേക്കും ആ കളിക്കാര എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇവിടെയും ആ റിസൾട്ടാണ് ഈ പറഞ്ഞ എന്നോട് ചോദിച്ചത്, ഇതിനൊന്ന് ജഡ്ജ് ചെയ്യാമോ റിസൾട്ടാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിയിലൊന്നും ചെയ്താൽ കൊള്ളുന്നുണ്ട്. ചെറിയൊരു ആർട്ട് സ്കൂളാണ്. കാരണം മക്കൾ നമ്മൾ ഏറ്റവും ഗുണം എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കായാലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയണ വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുന്നത്. ആ വിദ്യക്ക് വാല്യൂ ഉണ്ടാവണം. പഠിതായിരിക്കണം ശരിക്കും എന്റെ ഒരു ഗോള്. മറ്റുള്ളവർക്ക് ഗോൾ ചിലപ്പോൾ പറയായിരിക്കും പോലും അതാണ് എന്റെ ഒരു ഗോൾ. യെസ്, ഒരുപാട് സന്തോഷം. അപ്പം എന്തായാലും കൺഗ്രാജുലേഷൻ. ഞാൻ ഇൻസൈറ്റ്സ് ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു. സോ ഇത്രയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും കറക്റ്റ് ആക്ഷൻ എടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇത്രയും ഗ്രൂപ്പായിട്ടുള്ള സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഗ്രൂപ്പ് സെഷൻ്റെ. എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് സെഷൻസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ മാറും ഫ്യൂച്ചറിലോട്ട്. ബാക്കി എല്ലാവരും ആക്ഷൻസ് എടുക്കുക, കണക്റ്റഡ് ആയിട്ടിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്.